കേരളത്തിലെ സ്വർണ്ണ കച്ചവടത്തെ നെഗറ്റീവ് മാർക്കറ്റിംഗിലൂടെ മാറ്റിമറിച്ച ഒരു ബിസിനസ്സുകാരന്റെ കഥ നിങ്ങൾക്കറിയാമോ? തൃശൂരിൽ ജനിച്ച ബോബി ചെമ്മണ്ണൂർ സമ്പന്നനോ പ്രശസ്തനോ ആയി തുടങ്ങിയതല്ല. വലിയ ബ്രാൻഡുകൾ വിപണി ഭരിച്ചിരുന്ന കാലത്താണ് അദ്ദേഹം സ്വർണ്ണ കച്ചവടത്തിലേക്ക് പ്രവേശിച്ചത്. 1996-ൽ അദ്ദേഹം ചെമ്മണ്ണൂർ ജ്വല്ലറി ആരംഭിക്കുന്നത് ആഡംബരത്തോടെയല്ല, മറിച്ച് ഒരു വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും പിന്നെ തികഞ്ഞ ക്ലാരിറ്റിയോടുകൂടിയുമാണ്. രക്തദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് പ്രചോദനമാകാൻ കേരളത്തിൽ 812 കിലോമീറ്റർ മാരത്തോൺ സംഘടിപ്പിച്ചു. അത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായിരുന്നു. നീണ്ട മുടി, സാധാരണക്കാരനെ പോലെയുള്ള വസ്ത്രധാരണം, ധീരമായ ആത്മവിശ്വാസം, ഇതെല്ലാം മറ്റു ബിസിനസ്സുകാരിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ വ്യത്യസ്തനാക്കി. ആളുകൾ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കിയിരുന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഒരു ചെറിയ ജ്വല്ലറി ഷോപ്പിൽ നിന്ന് ചെമ്മണ്ണൂരിനെ ഒരു അന്താരാഷ്ട്ര ആഭരണ ബ്രാൻഡാക്കി അദ്ദേഹം വളർത്തി. ഇന്ത്യയുടെ ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 2012 ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം ഡീഗോ മറഡോണയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ബിസിനസ്സിനപ്പുറം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, രക്തദാനം, ദരിദ്രരെ സഹായിക്കൽ എന്നിവയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും വന്നുകൊണ്ടിരുന്നപ്പോഴും ബോബി ചെമ്മണ്ണൂർ ഒരിക്കലും അപ്രത്യക്ഷനായില്ല. കാരണം ഇത് വെറുമൊരു ബിസിനസ്സുകാരന്റെ കഥയല്ല, വ്യത്യസ്തമായ ഒരു നെഗറ്റീവ് മാർക്കറ്റിംഗ് രീതിയിലൂടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്ത ബോട്ട്ചെയുടെ കഥയാണ്.